ഹായ് എവരി വൺ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് 2 കുട്ടികൾ വീതമുള്ള മികച്ച നല്ല ചിത്രങ്ങളാണ്. AI ഉണ്ടാക്കി തന്ന ചിത്രങ്ങളാണ് ഇവ. ഈ ചിത്രങ്ങളെ നമുക്കൊന്ന് ചലിപ്പിക്കാൻ സാധിച്ചാലോ? അതായത് ഈ ചിത്രങ്ങളിൽ കാണുന്ന കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ആ കുട്ടികൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നു, കുട്ടികൾ കൈവീശി കാണിക്കുന്നു. ഇങ്ങനെയുള്ള വീഡിയോകളാക്കി മാറ്റാൻ സാധിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ചിത്രങ്ങൾ. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റിൽ ഇമേജുകളിൽ മൂവിംഗ് എഫക്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വെബ്സൈറ്റ് ആണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്, video.studio. അവിടെ ട്രൈ വീഡിയോ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. സൈൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സൈൻ ഇൻ ടു video.studio എന്നുള്ള ഓപ്ഷനകത്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. മുകളിൽ ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അവിടെ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഇമേജ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. റെഫറൻസ് ടു വീഡിയോ, ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ള ഓപ്ഷൻസ് അവിടെയുണ്ട്. അതായത് 3 ടാബായിട്ടാണ് കാണുന്നത്. അതിൽ ആദ്യത്തെ ടാബ് സെലക്ടഡ് ആണ്. ഡ്രാഗ് ആൻ ഇമേജ് ഓർ സെലക്ട് ആൻ ഇമേജ് ടു അപ്ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ഒരു ഇമേജിന് അപ്ലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുകയാണ്. എല്ലാം AI ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. ഈ ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ പറയുന്നു. ഇമേജ് അപ്ലോഡ് ആയി. ഇതിന് താഴെ ഒരു പ്രോംപ്റ്റ് പറയുകയാണ്. ബോത്ത് സ്റ്റുഡൻസ് വേവ് ഹലോ ടു എവരിവൺ ബൈ റൈസിംഗ് ആൻഡ് മൂവിംഗ് ദെയർ റൈറ്റ് ഹാൻഡ്സ് വിത്ത് എ ഫ്രണ്ട്ലി ഗസ്റ്റർ എന്ന് പറയുന്നു. താഴെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് വീഡിയോ റെഡിയായി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു സ്റ്റിൽ ഇമേജ് ആയിരുന്നു, പക്ഷെ അതിൽ നിന്ന് നമുക്കൊരു മൂവിംഗ് എഫക്ട് കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ ആദ്യം കൊടുത്തിരുന്ന പ്രോംപ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയൊരു പ്രോംപ്റ്റ് കൊടുത്തു, ക്രിയേറ്റ് ഹഗ്ഗിംഗ് വീഡിയോ എന്ന്. താഴെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഒരു പുതിയ വീഡിയോ റെഡിയായി വന്നു. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ചലിക്കാത്ത ചിത്രങ്ങളിൽ നിന്ന് ചലനശേഷിയുള്ള ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.